Good morning, my dears. Then banking and insurance next topic then what are the different types of banks? Then banks may be classified on the basis of function, on the basis of ownership, on the basis of domicile, on the basis of organization structure, and also on the basis of RBI schedule. അപ്പോൾ നമുക്ക് ബാങ്കുകളെ പല രീതിയിലും നമുക്ക് ഫങ്ഷൻസ് നോക്കിയിട്ടോ അതുമല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന മേഖലകൾ നോക്കിയിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിനെ നോക്കിയിട്ടൊക്കെ നമുക്ക് ബാങ്കുകളെ തരംതിരിക്കാം. അപ്പോൾ ദെൻ ഫസ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. ബാങ്കിങ് ഫങ്ഷൻസ് ഓരോ ബാങ്കുകളും ചെയ്യുന്ന കർത്തവ്യത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻസ് ബാങ്ക്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് കമേഴ്ഷ്യൽ ബാങ്ക്സ്, second one is industrial banks, third one is agricultural banks, then foreign exchange banks, savings banks, indigenous banks, cooperative banks, central bank and regional rural bank. അപ്പോൾ ഓരോ ബാങ്കുകളും ചെയ്യുന്ന അതിൻ്റെ സർവീസസ് നോക്കിയിട്ട് നമുക്കതിനെ കമേഴ്ഷ്യൽ ബാങ്കാണോ അതൊരു ഇൻഡസ്ട്രിയൽ ബാങ്കാണോ അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കാണോ അഗ്രികൾച്ചർ ബാങ്കാണോ എന്നൊക്കെ നമുക്കത് ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് വാട്ട് ഈസ് മീൻ ബൈ കമേഴ്ഷ്യൽ ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്ക്സ് ഈസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ദ ബോറവേഴ്സ് ഫോർ ക്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുകയും അതേപോലെ തന്നെ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് ഇത് ചെയ്യുന്നത് കമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് സെക്കൻഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. അപ്പോൾ ടുഡേ അവർ ടോപ്പിക് ഈസ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഓർ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. എന്താണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് അതുമല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. Then industrial banks is also called as development banks. Development banks which provide long term and medium term loans to industrial sectors. Then they provide long term and medium term loans to industrial sectors. These banks accept long term deposit and advance term loans to industries for meeting their long term requirements. Then industrial banks accept long term deposit and advance term loans to industries for meeting their long term requirements. അതായത് ഒരു ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ കമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ബാങ്കാണ് ഇത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് പറയുന്നത് ഈ ബാങ്കുകൾ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ചെയ്യുന്നത് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. ഷോർട്ട് ടേം മീഡിയം ടേം ലോണുകളല്ല ദീർഘകാല വായ്പകൾ കൊടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുക ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ദെൻ they invest in the shares and debentures of companies and assist companies to issue shares and debentures to the public. മാത്രമല്ല ഇത്തരം കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള അതായത് അവരുടെ ഷെയർസോ ഡിബഞ്ചേഴ്സോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇറ്റ് മേ ഓൾസോ നോൺ ആസ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. ദെൻ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യും ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ ഓൾസോ പ്രൊവൈഡ് ടെക്നിക്കൽ ആസ് വെൽ ആസ് ഫൈനാൻഷ്യൽ കൺസൾട്ടൻസി സർവീസസ് ടു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കൺസൾട്ടൻസി സർവീസസ് കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ആർ ഓൾസോ നോൺ ആസ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സിന് നമ്മൾ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നു. ദേ പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ടു ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. These banks accept long term deposit and advance term loans to industries. They accept deposit മൊബിലൈസ് ചെയ്യുകയും ലോങ് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ദേ ഇൻവെസ്റ്റ് ഇൻ ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനീസ്. അതായത് കമ്പനികളുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ഷെയർ ഡിബഞ്ചർ പോലെയുള്ള ഡോക്യുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ കമ്പനികൾ തയ്യാറാവുന്നു. കാരണം അവിടെ കമ്പനികളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ഓരോ കമ്പനീസും അവരുടെ മൂലധനം സമാഹരിക്കുന്നത് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയർസോ ഡിബഞ്ചേഴ്സ് പോലെയുള്ള ഡോക്യുമെൻറ്റ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക ക്യാപിറ്റൽ റേസ്
റേസ് ചെയ്യുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അത്തരം കമ്പനികളുടെ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ബാങ്കുകൾ തയ്യാറാവുന്നുണ്ട്. ദേ ഇൻവെസ്റ്റ് ഇൻ ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് കമ്പനീസ്. ദേ അസിസ്റ്റ് companies commercial loans to regulated company. They assist companies to issue shares and debentures to the public. It may also provide technical as well as financial consultancy services. Technical assistance provide ചെയ്യുന്നുണ്ട്, അതുകൂടാതെ തന്നെ ഫൈനാൻഷ്യൽ കൺസൾട്ടൻസി സർവീസസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസസ് ടു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ളതും അതുപോലെ തന്നെ പ്രൊമോഷണൽ അങ്ങനെ എന്തൊക്കെയാണ് അവരുടെ പോരായ്മകൾ, അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ആര് തയ്യാറാവുന്നുണ്ട്? ഇത്തരം ബാങ്കുകൾ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്ന ബാങ്കിങ് സെക്ടേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. Classification of industrial banks. Industrial banks may be classified into two. Then first one is All India Development Banks and second one is State Level Development Banks. First part is All India Development Banks. All India Development Banksനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുക. ദെൻ അതിൽ ഫസ്റ്റ് വൺ ആണ് ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സും സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്കും. ദെൻ ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ദെൻ ഫസ്റ്റ് വൺ ഈസ് ദെൻ ഇൻഡസ്ട്രിയൽ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, that is also called as IFCI, Industrial Financial Corporation of India, that is also called as IFCI. Then second one is ICICI, Industrial Credit and Investment Corporation of India. Second one is ICICI, that is Industrial Credit and Investment Corporation of India. Then third one is SIDBI, that means Small Industrial Development Bank of India. Small Industrial Development Bank of India. Fourth one is IDBI, Industrial Development Bank of India. And fifth one is IIBI. IIBI means that means IIBI, Industrial Investment Bank of India. Industrial Investment Bank of India. Then next one is NABARD, National Bank for Agricultural and Rural Development Bank. National Bank for Agriculture and Rural Development. The next one is Exim Bank, that is Export and Import Banks ഇനെയാണ് Exim Bank എന്ന് പറയുന്നത്. And then next one is NHB, National Housing Banks. അപ്പോൾ ഇതൊക്കെയാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. നമുക്ക് പേരൊന്നുകൂടെ പറയാം. IFCI, ICICI, SIDBI, IDBI, IIBI, NABARD, Exim Bank, NHB. Then next one is second classification is State Level Development Bank. സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ നമ്മുടെ പ്രാദേശിക തലത്തിൽ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് സംസ്ഥാന തലത്തിൽ നമുക്ക് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ. ദെൻ ഫസ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, SFCS, State Financial Corporations, SFCS. And next one is then SIDCS, that is State Industries Development Corporation. State Industries Development Corporation. അപ്പോൾ നമുക്കിവിടെ രണ്ട് തരത്തിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ രണ്ട് തലത്തിലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഒരൊറ്റ ഫ്ലോ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏതൊക്കെയാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. IFCI, IDBI, SIDBI, നബാർഡ്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, ദറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, നാഷണൽ ഹൗസിംഗ് ബാങ്ക്സ്, എക്സിം ബാങ്ക്സ്, സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ബാങ്കുകളെയും വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ദെൻ അതിലെ ഫസ്റ്റ് വൺ ഈസ് ടുഡേസ് അവർ മെയിൻ ടോപ്പിക് IFCIs. ദെൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ടോപ്പിക് ഈസ് IFCI. IFCI എന്ന് പറയുന്നത്
Then IFCI means Industrial Financial Corporation of India. Industrial Financial Corporation of India. Then Industrial Financial Corporation of India. Then നമുക്ക് നെക്സ്റ്റ് then introduction of Industrial Financial Corporation of India. അതൊരു ഇൻഡസ്ട്രിയൽ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബാങ്ക്, അതൊരു ഇൻഡസ്ട്രിയൽ ബാങ്കാണ്, സെയിം ടൈം അതൊരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് എന്താണ് ഇൻഡസ്ട്രിയൽ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IFCI എന്ന് പറയുന്ന കോർപ്പറേഷനെ കുറിച്ച് അല്ലെങ്കിൽ ബാങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ then IFCI, then Government of India set up the IFCI in July 1948 under a special act. This is the first financial institution set up in the India with the main object of making medium and long term credit to industrial sectors. Then first one is Government of India set up in the IFCI in July 1948. 1948 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ്, എന്നിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ് IFCI എന്ന് പറയുന്നത്. This is the first financial institution set up in India with the main object of making medium term and long term credit to industrial sectors. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ മീഡിയം ടേം ലോൺസോ അതുമല്ലെങ്കിൽ ലോങ് ടേം ലോൺസോ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിച്ച് വരുന്ന ഒരു ബാങ്കാണ് ഇത് then IFCI എന്ന് പറയുന്നത്. അപ്പോൾ the main object behind the IFCI is to provide medium and long term credit to industrial sectors. മീഡിയം ഫിനാൻസോ അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻസോ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ദെൻ IFCI then that means the Government of India set up the IFCI under IFCI Act July 1948. That is the first introduction. It is the first development financial institution in the country to cater to the long term finance needs of the industrial sectors. നിങ്ങൾക്ക് മനസ്സിലായി? അതായത് ശരിക്കും ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് ആവശ്യമുണ്ട്. ഈ ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ് അല്ലെങ്കിൽ എന്ന ഒബ്ജക്റ്റോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ഇത് IFCI എന്ന് പറയുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് IFCI ഈസ് ടു മേക്കിംഗ് മീഡിയം ഓഫ് ലോങ് ടേം ക്രെഡിറ്റ് ടു മോർ റെഡിലി അവൈലബിൾ ഫോർ ഇൻഡസ്ട്രിയൽ കൺസേൺ. അതായത് ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണോ അത് ആവശ്യമുള്ളത് അത്തരം സ്ഥാപനങ്ങളിലേക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ് IFCI എന്ന് പറയുന്നത്. ദെൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ വാസ് സെറ്റപ്പ് ഇൻ 1948 അണ്ടർ ആൻ ആക്ട് പാസ്ഡ് ബൈ ദ ഇന്ത്യൻ പാർലമെൻറ്റ്. The main objective of IFCI is to provide long-term and medium-term finance to industrial sectors. With effect from 1st July 1993, IFC was transferred to a newly formed company, namely the Industrial Finance Corporation of India. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു പേര് പിന്നീട് അതൊന്നുകൂടെ ചേഞ്ച് ചെയ്തുകൊണ്ട് അതെന്തായിട്ട് മാറി IFCI ആയിട്ട് മാറുകയും ചെയ്തു. Then all shareholders of IFC became the shareholders of IFCI. IFCയുടെ അതേ ഷെയർ തന്നെ പിന്നീട് എന്താവുകയും ചെയ്തു, IFCIയുടെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുകയും ചെയ്തു. ഇതാണ് അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. ദെൻ അതിൻ്റെ റീജിയണൽ ഓഫീസസ് എന്ന് പറയുന്നത് അഹമ്മദാബാദ്, ബാംഗ്ലൂരു ആൻഡ് ചെന്നൈ, ഇവിടെയൊക്കെയാണ് അതിൻ്റെ റീജിയണൽ ഓഫീസസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് IFCI എന്ന് പറയുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ്, അതൊരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അതായത് ടു കാറ്റർ ദി നീഡ്സ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള സർവീസസ് എന്തൊക്കെയാണോ, ടെക്നിക്കൽ അസിസ്റ്റൻസ് ആവാം, പ്രൊമോഷണൽ അസിസ്റ്റൻസ് ആവാം, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആവാം, ഏതെല്ലാം മേഖലകളിലൂടെയാണോ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ടു കാറ്റർ അല്ലേ, അവരെ ഒന്നുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ടു കാറ്റർ ദി ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ കാറ്റർ ചെയ്യുക, അവരെ സെർവ് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ഇത് IFCI എന്ന് പറയുന്നത്. ഇത്
ശരിക്കും ഇൻഡിപെൻഡൻസിന് ശേഷം ആദ്യം നിലവിൽ വന്നിരിക്കുന്ന ഒരു ബാങ്കാണ് IFCI എന്ന് പറയുന്നത്. ആദ്യം നിലവിൽ വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ് ഇത്. 1948 ഇത് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ആദ്യം ആരംഭിച്ചിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ഇത് IFCI എന്ന് പറയുന്നത്. 1993 IFC എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് IFCI ആയി മാറിയതും അതേസമയം തന്നെ IFCയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും തന്നെ IFCIയുടെ ഷെയർ ഹോൾഡേഴ്സായിട്ട് നിലനിൽക്കുകയും ചെയ്തിരിക്കുന്ന ബാങ്കാണ് ഇത് IFCI. അപ്പോൾ ഗവൺമെൻറ് ഓൺഡ് എന്ന് പറയുന്നൊരു ബാങ്കാണ് ഇത് IFCI എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ ആക്ട് പ്രകാരം ആരംഭിച്ചിരിക്കുന്ന ഫസ്റ്റ് ബാങ്കാണ്. അപ്പോൾ നമുക്കറിയാം പിന്നീടാണ് നമുക്ക് ഏതൊക്കെ ബാങ്കുകൾ, എക്സിം ബാങ്ക് ആയാലും സിഡ്ബി, നബാർഡ്, IDBI, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ഇതൊക്കെ പിന്നീട് ആരംഭിച്ചിരിക്കുന്ന ഓരോ സെക്ടേഴ്സിനും അഗ്രികൾച്ചർ സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നബാർഡ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സിഡ്ബി, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ മാത്രം കാറ്റർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ മനസ്സിലാക്കിക്കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ബാങ്കാണ് ഇത് IDBI എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പല ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനും ഓരോ സെക്ടേഴ്സിലേക്ക് ഡിവൈഡ് ചെയ്തെങ്കിൽ കൂടെ ആദ്യം ആരംഭിച്ചിരിക്കുന്ന ബാങ്കാണ് IFCI. പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ ആക്ട് പ്രകാരം നിലവിൽ വന്നിരിക്കുന്ന ഒരു ബാങ്കാണ് IFCI എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ഈസ് ക്യാപിറ്റലിലെ ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ കോർപ്പറേഷൻ ആസ് പെർ IFCI ആക്ട് 1948 വാസ് ₹10 crore. It was raised to ₹20 crore by the Amendment Act 1972. അപ്പോൾ മൊത്തം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ കോർപ്പറേഷൻ ആസ് പെർ IFCI ആക്ട് 1948 1948 ആക്ട് പ്രകാരം 10 കോടി രൂപയോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ബാങ്കാണ് ഇത്. മൂലധനത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ബാങ്കാണ് IFCI. ഇറ്റ് വാസ് റേസ്ഡ് ടു ₹20 crores by the Amendment Act 1972. എന്നാൽ അതിൻ്റെ മൂലധനം പിന്നീട് 1972 ആയപ്പോഴേക്കും 20 കോടിയായിട്ടത് ഉയർത്തിയിട്ടുണ്ട്. The next one is 50% of the share capital is held by the IDBI and remaining 50% by banks, then cooperative banks, insurance companies, investment trust, etc. 50% ഷെയറുകളും IDBIയുടെ കീഴിലും ബാക്കി വരുന്ന 50% ഷെയർസും അതായത് ബാങ്ക്സോ കോപ്പറേറ്റീവ് ബാങ്കുകളോ ഇൻഷുറൻസ് കമ്പനിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റോ ഇവരുടെയൊക്കെ കൂടെ നിക്ഷിപ്തമായിരിക്കുന്നതാണ് ഇത് മൊത്തം മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ IFCI 1948 ആരംഭിക്കുകയും ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഒബ്ജക്റ്റോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബാങ്കാണ് ഇത് IFCI എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത്തരം ബാങ്കിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു കാറ്റർ ദി ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, ടു പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് പ്രൊമോഷണൽ അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. ദെൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മൊത്തം മൂലധനം 1948 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 10 crore 1972 അതിൻ്റെ അമെൻമെൻറ്റ് പ്രകാരം അത് 20 crore ആയിട്ട് അത് റേസ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് IFCI എന്നുള്ളതാണ്. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് IFCI എന്ന് പറയുന്നതിൽ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ഫിനാൻസിങ്, second one is incidental activities and third one is promotional activities. നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് IFCI? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മെയിൻ ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് വൺ ഈസ് ദേ പ്രൊവൈഡ് ഡയറക്റ്റ് ഫിനാൻസിങ്. ഏതൊക്കെ രീതിയിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഡയറക്റ്റ് ഫിനാൻസിങ് അനുവദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ് ഫിനാൻസിങ്ങിൽ ഫസ്റ്റ് വൺ ഈസ് റുപ്പി ലോൺസ്. എന്ത് കൊടുക്കുന്നുണ്ട്? റുപ്പി ലോൺസ്, അതായത് ലോൺ. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ഫിനാൻസിങ്ങിൽ പ്രൊവൈഡ് റുപ്പി ലോൺ. ദെൻ സെക്കൻഡ് വൺ ഈസ് അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്. Then foreign currency loans raised by industries from foreign institutions. Then rupee loans raised by industries from scheduled banks or state cooperative banks. And last one is guarantee of deferred payment for machinery. What are the direct activities of Industrial Finance Corporation of India? Then first one is they provide rupee loan to the industrial sectors.
ആവശ്യമായിട്ടുള്ള മൂലധനം പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റുപ്പി ലോൺസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് acting as a underwriting of shares and debentures of public limited companies. Underwriting of shares and debentures of underwriting shares and debentures of public limited companies. Public limited companiesൻ്റെ ഷെയർസോ ഡിബഞ്ചേഴ്സോ അണ്ടർറൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ അണ്ടർറൈറ്റിംഗ്? അണ്ടർറൈറ്റിംഗ് ഈസ് എ പ്രോസസ് through which an industries or institutions takes on financial risk for a fee. Underwriters എന്ന് പറയുമ്പോൾ then അവിടെ that means underwriting is a process of through which an individual or institution take as a financial risk for a fee. അതായത് ഏതെങ്കിലും കാരണവശാൽ ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അണ്ടർറൈറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അവരുടെ ഷെയറുകൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. ആ പബ്ലിക്കിലേക്ക് അത് ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക് അത് ഏറ്റെടുക്കുമോ, പബ്ലിക് മുഴുവനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നറിയില്ല. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം സമാഹരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇത് ഏറ്റെടുക്കോ ഇല്ലേ എന്ന് പറയുന്നൊരു റിസ്ക് ഫാക്ടർ. അത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു, കമ്പനി അതായത് ഇത്തരം ബാങ്കുകൾ അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഓൺ ഫിനാൻഷ്യൽ റിസ്ക് ഫോർ എ സെർട്ടൻ ഫീ, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സർവീസ് ചാർജ് ഈടാക്കിക്കൊണ്ട് തന്നെ അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദെൻ ഫസ്റ്റ് ഫംഗ്ഷനിൽ ടു പ്രൊവൈഡ് റുപ്പി ലോൺസ്, സെക്കൻഡ് ഫംഗ്ഷൻ അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്, അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ ഷെയർസോ ഡിബഞ്ചേഴ്സിൻ്റെയോ അണ്ടർറൈറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നു. ദെൻ third one is foreign currency loans raised by industries from foreign institutions. Then they provide foreign currency loans raised by the industries from foreign institutions. Foreign institutions വഴി ആവശ്യമായിട്ടുള്ള മൂലധനം പ്രൊവൈഡ് ചെയ്യാം. Then next one is rupee loans raised by industries from scheduled banks or state cooperative banks. അല്ലെങ്കിൽ റുപ്പി ലോൺസ് റേസ്ഡ് ബൈ ഇൻഡസ്ട്രീസ് ഫ്രം ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഓർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ബാങ്ക് വഴിയോ അതല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക്സ് വഴിയൊക്കെ ലോൺസ് അനുവദിച്ചു കൊടുക്കുക. ദെൻ ഗ്യാരണ്ടിങ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് ഫോർ മെഷീനറി, അതായത് മെഷീനറീസിനുള്ള ഒരു ഡിഫേർഡ് പേയ്മെൻറ്റ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഡയറക്റ്റ് സർവീസസ് ആണ് IFCI ആർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ദെൻ next function of IFCI is to incidental functions. Incidental functions means indirect functions. ഇൻസിഡൻ്റൽ ഓർ ഇൻഡയറക്റ്റ് ഫങ്ഷൻസ് എന്ന് കൂടെ നമുക്ക് പറയാം. അപ്പോൾ ഡയറക്റ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന IFCIക്ക് ചെയ്യാവുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് IFCI ഹാസ് ബീൻ ഓതറൈസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ആക്ട് 1982 to undertake incidental activities. Then IFCI has been authorized by Industrial Finance Corporation Amendment Act 1982 1982 അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ദെൻ IFCI ചെയ്യേണ്ട ഒരു ഓതറൈസ്ഡ് ഫങ്ഷൻ കൂടിയാണ് ഇത് ഇൻസിഡൻ്റൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അണ്ടർടേക്ക് ടു ഇൻസിഡൻ്റൽ ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ പറയാമല്ലോ, നമ്മളൊരു ഡയറക്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് പുറമെയായിട്ട് ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ കൂടെ നമ്മൾ അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ഫങ്ഷൻ കൂടെ പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നല്ല ഡയറക്റ്റ് വേ ഉണ്ട്, അതേസമയം തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വേ ഉണ്ട്. അപ്പോൾ റിസർച്ച് ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് വേ ആണ്. കാരണം എവിടെയൊക്കെയാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അവർ അനുഭവിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവർക്ക് എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണോ, പ്രൊമോഷണൽ അസിസ്റ്റൻസ് ആണോ, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആണോ, ദെൻ അവിടെ മൊത്തം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ പ്രശ്നമാണോ, എന്താണ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഡയറക്റ്റ് ഫങ്ഷൻസ് ഡയറക്റ്റ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതിലുപരിയായിട്ട് IFCI എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷന് കുറച്ചുകൂടി ഒരു ഇൻഡയറക്റ്റ് ഫങ്ഷൻസ് കൂടെ പെർഫോം ചെയ്യേണ്ടതുണ്ട്. ആ ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ കൂടി പെർഫോം ചെയ്യണം എന്ന് പറയുന്ന ഒരു ആക്ട്, ഒരു അമെൻമെൻ്റ് ആണ് ഇത് വന്നിരിക്കുന്നത് 1982 വന്നിരിക്കുന്ന അമെൻമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈസ് IFCI ഹാസ് ബീൻ ഓതറൈസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ആക്ട് 1982 ടു അണ്ടർടേക്ക് ഇൻസിഡൻ്റൽ ആക്ടിവിറ്റീസ്. Then second one is undertaking research and survey for evaluating or dealing with marketing or investment and undertaking and carrying
ഓൺ ടെക്നോ എക്കണോമിക് സ്റ്റഡീസ്. അവിടെ മനസ്സിലാക്കേണ്ടത് അണ്ടർടേക്കിംഗ് റിസർച്ച് ആൻഡ് സർവേ ഫോർ ഇവാലുവേറ്റിംഗ് ഓർ ഡീലിംഗ് വിത്ത് മാർക്കറ്റിംഗ്. അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള സർവേകളൊക്കെ കണ്ടക്ട് ചെയ്യുക, റിസർച്ച് വർക്കുകളൊക്കെ നടത്തി അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുക. And also and or dealing with marketing or investment and marketing or investment and undertaking and carrying on ടെക്നോ എക്കണോമിക് സ്റ്റഡീസ്. ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണോ എക്കണോമിക് വയബിലിറ്റി ആണോ, അപ്പോൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് കൂടെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ IFCI എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻസിഡൻ്റൽ ഓർ ഇൻഡയറക്റ്റ് സർവീസസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then third one is providing technical and administrative assistance to any industrial concern for the promotion, management or expansion of any industry. Providing technical and administrative assistance to any industrial concern for the promotion of management or expansion of any industry. അതായത് ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺ. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാനായിട്ടോ ആ കമ്പനിയുടെ മാനേജ് ചെയ്യാനായിട്ടോ ഓർ എക്സ്പാൻഷൻ ഓഫ് എനി ഇൻഡസ്ട്രി, ഏതെങ്കിലും ആ ഇൻഡസ്ട്രിയുടെ എക്സ്പാൻഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസിഡൻ്റൽ ആക്ടിവിറ്റീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പോയിന്റ് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻസിഡൻ്റൽ ആക്ടിവിറ്റീസിൽ IFCI has been authorized by Industrial Finance Corporation Act 1982 to undertake incidental activities. ഒരു അമെൻമെൻറ്റ് പ്രകാരം ഇൻഡയറക്റ്റ് ആയിട്ട് ഇത്തരം ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൂടെ അല്ലെങ്കിൽ ഒരു ഓതറൈസേഷൻ കൂടെ IFCIക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ സെക്കൻഡ് വൺ ഈസ് അണ്ടർടേക്കിംഗ് റിസർച്ച് ആൻഡ് സർവേ ഫോർ ഇവാലുവേറ്റിംഗ് ഓർ ഡീലിംഗ് ഓർ മാർക്കറ്റിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അണ്ടർടേക്കിംഗ് ആൻഡ് ക്യാരിയിങ് ഓൺ ടെക്നോ എക്കണോമിക് സ്റ്റഡീസ്. ടെക്നോ എക്കണോമിക് സ്റ്റഡീസിനെ കുറിച്ച് നമ്മൾ സർവേ നടത്താം, റിസർച്ച് നടത്താം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അത് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാം. അതിനെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്റ്റെപ്പിലേക്ക് കടക്കാം എന്നുള്ളതാണ്. Then third one is providing technical and administrative assistance to any industrial concern for the promotion, management or expansion of any industry. ദെൻ തേർഡ് വൺ പറയുന്നത് പ്രൊവൈഡിങ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ്. സാങ്കേതികപരമായിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള രീതിയിലോ മറ്റ് സഹായങ്ങളൊക്കെ നൽകാം. അതായത് കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ദീസ് ആർ ദി ഇൻഡയറക്റ്റ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദ IFCI. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. Promotional activities, what are the techniques used for boost up the boost up the industrial sectors? That is called as promotional. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്, അതിനെ ഒന്നുകൂടി ചാനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് വൺ ഈസ് മെർച്ചൻറ്റ് ബാങ്കിങ് ഓപ്പറേഷൻ. വൺ ഓഫ് ദി എക്സാമ്പിൾ ഈസ് മെർച്ചൻറ്റ് ബാങ്കിങ് ഓപ്പറേഷൻ. ദെൻ അവിടെ മെർച്ചൻറ്റ് ബാങ്കിങ് ഓപ്പറേഷൻസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് fill in the gap in the infrastructure for promotion and growth of industries. Fill in the gap in the infrastructure for the promotion and the growth of industry. Industrial sectors ഡെവലപ്പ് ചെയ്യാതിരിക്കാനുള്ള കാരണം പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ അഭാവമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് fill the gap between the infrastructure facilities and the development of the industrial sectors. ആ ഗ്യാപ്പ് ഇല്ലാതെയാക്കാം. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആയിരിക്കാം, ഇൻഫർമേഷൻ ടെക്നോളജീസ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ദീസ് ആർ ദി അതർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. അപ്പോൾ നമുക്കൊരു ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് ആവശ്യമായിട്ട് റോ മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇല്ലേ, ഗതാഗത സൗകര്യങ്ങളില്ലേ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ടെക്നോളജീസിൻ്റെ അഭാവമുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ്. നമുക്ക് ശരിയായിട്ടുള്ള റോഡുകളും മറ്റുള്ള വാഹന സൗകര്യങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസും അതെല്ലാം വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുണ്ടല്ലോ മുൻ കാലഘട്ടങ്ങളിൽ നിന്ന് ഈ ഒരു
ഒരു കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളൊക്കെ ആദ്യം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ പോലും എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ടെന്നോ നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റുന്നോ ഒന്നും അറിയില്ല. അപ്പോൾ അതെല്ലാവരിലേക്ക് എത്തണം. ഇപ്പോൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ തന്നെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ എത്തരത്തിലുള്ള ടെക്നോളജിയുടെ എന്താ പറയുക അപര്യാപ്തത, അല്ലെങ്കിൽ അത് അറിവില്ലായ്മ, അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി, നെറ്റ് ഫെസിലിറ്റീസിൻ്റെ പ്രോബ്ലംസ്, ഇതൊക്കെയാണ് നമ്മളവിടെ നേരിടുന്ന ചില ബേസിക്കായിട്ട് അതിന് വേണ്ടി വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും അപ്പോൾ അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് ഇതേപോലെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ എന്താണോ അവരുടെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് വെച്ചാൽ ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഫിൽ ഇൻ ദ ഗ്യാപ്പ് ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ പ്രൊമോഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. Then second one is to provide much needed guidance in project identification, formulation, implementation, operation, etc. to the new tiny small scale and medium scale entrepreneurs. അവിടെ പറയുന്നത് to provide much needed guidance in project identification. to provide much needed guidance, അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്ക് സാധ്യതയുള്ളത്, ആ പ്രൊജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക. പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഫോർമുലേഷൻ, ആ പ്രൊജക്റ്റ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചും, പ്രൊജക്റ്റ് ഫോർമുലേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഓപ്പറേഷൻ എക്സെട്ര, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ എക്സെട്ര ടു ദ ന്യൂ ടൈനി സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ എൻ്റർപ്രണേഴ്സ്. അത് പുതിയ പുതിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയാലും ടൈനി ലെവലിലാണെങ്കിലും മീഡിയം സ്കെയിൽ എൻ്റർപ്രണേഴ്സിനൊക്കെ ആയിട്ട് അതിന് പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് പ്രൊജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക, അത് ഫോർമുലേറ്റ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതും മറ്റൊരു തരത്തിലൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസാണ്. Then third one is to improve the productivity of human and material resources, a better deal to the weaker underprivileged sections of the society in line with the socio-economic objectives laid down by the Government of India. Then third one is to improve the productivity of human and material resources. അതായത് to improve the productivity of human and material resources in a better deal to the weaker underprivileged sections of the society in the line with the socio-economic objectives laid down by the Government of India. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്ന രീതിയിലുള്ള അത്തരം കാര്യങ്ങൾ, പുവർ സെക്ഷൻസ് ഏതൊക്കെയാണ്, വീക്കർ സെക്ഷൻസ് ഏതൊക്കെയാണ്, അതിനൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്കൊരു തൊഴിലവസരങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നതാണ് ഈ വീക്കർ സെക്ഷൻസൊക്കെ നേരിടുന്ന പ്രശ്നം. അവരെവിടെയെങ്കിലുമൊക്കെ നമുക്കവിടെ എന്ത് ചെയ്യാം, തൊഴിലവസരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അതും ഇതുമായിട്ട് മെർജ് ചെയ്തുകൊണ്ട് ഒക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് കൂടെ ഗവൺമെൻറ്റിനുണ്ടായിരിക്കും, അതുകൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാം. ഗവൺമെൻറ്റിന് ഒരു സോഷ്യോ എക്കണോമിക് എന്ന് പറയുമ്പോൾ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാവണം, ഇതൊക്കെ കൂടെ യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ദീസ് ആർ ദി പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഡൺ ബൈ IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഏരിയാസ് ഓഫ് അസിസ്റ്റൻസ്. ഏതൊക്കെ മേഖലകളാണ് അവർ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അസിസ്റ്റൻസ് ഫ്രം IFCI single or jointly with other institutions is available for, first one is setting up of new industrial project, expansion of existing unit or diversification to new lines of activity, and next one is renovation, rehabilitation, modernization of existing unit. അവിടെ പറയുന്നത് ഏതൊക്കെ മേഖലകളിലാണ് പിന്നെ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് വൺ ഈസ് സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ്, പുതിയ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് യൂണിറ്റ്, നിലനിൽക്കുന്ന സംരംഭത്തെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാം, എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ടു ന്യൂ ലൈൻസ് ഓഫ് ആക്ടിവിറ്റി, പുതിയൊരു ലൈൻ ഓഫ് ആക്ടിവിറ്റി അതുകൂടെ എക്സ്പാൻഡ് ചെയ്യപ്പെടാം. പിന്നെ റിനോവേഷൻ, റിനോവേഷൻ നവീകരിക്കുക, റിനോവേഷൻ, റിഹാബിലിറ്റേഷൻ പുനരുദ്ധാരണം എന്നൊക്കെ പറയുന്ന പോലെ, മോഡേണൈസേഷൻ ആധുനികവൽക്കരണം എന്നൊക്കെ പറയും. ഇത്തരത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നിലവിലുള്ള യൂണിറ്റുകളെ ഒന്നുകൂടെ പുതുതാക്കിയെടുക്കാം, ഇതൊക്കെ ചെയ്യുക. അതിനാണ് എക്സിസ്റ്റിംഗ് യൂണിറ്റ്. ദീസ് ആർ ദി അതർ ഏരിയാസ് ഓഫ് അസിസ്റ്റൻസ്. പിന്നെ ചെയ്യാവുന്ന അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏരിയാസ് ഓഫ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റിഹാബിലിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്, റിനോവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്, എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് യൂണിറ്റുകൾ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ
ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള പ്രോജക്റ്റിൽ നിന്ന് വേറെ ഏതിലെങ്കിലും ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഇത്തരം സംരംഭങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏരിയ ഓഫ് അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ ഓഫ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിസോഴ്സസ് ഇൻ ദ ഫോം ഓഫ്, ഏതൊക്കെ രീതിയിലാണ്. ദെൻ നെക്സ്റ്റ് വൺ റിസോഴ്സസ് ഇൻ ദ ഫോം ഓഫ്, എവിടെ നോക്കിയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആവുക. ദെൻ ലോൺ ഫ്രം RBI, IFCIക്ക് അതിനാവശ്യമായിട്ടുള്ള ലോൺ അവൈലബിൾ ആവുന്നത് ലോൺ ഫ്രം RBI. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഷെയർ ക്യാപിറ്റൽ, അവരുടെ മൂലധനം സമാഹരിച്ചിട്ടുണ്ടാവാം. റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുമ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്ന എമൗണ്ട്, റീറ്റെയിൻഡ് ഏണിങ്സ്. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ഇഷ്യൂ ഓഫ് ബോണ്ട്, പിന്നെ ഇഷ്യൂ ഓഫ് ബോണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യുക. ലോൺ ഫ്രം ഗവൺമെൻറ്. ദെൻ ലൈൻസ് ഓഫ് ക്രെഡിറ്റ് ഫ്രം ഫോറിൻ ലെൻഡിങ് ഏജൻസീസ്. കമേഴ്ഷ്യൽ ബോറോവിങ്സ് ഇൻ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്, വേറെ ഏതെങ്കിലും സെക്ടേഴ്സിൽ നിന്ന് അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ഫണ്ട് മൊബിലൈസ്, ഇതാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ദെൻ അതിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. പിന്നെ മൊത്തം എത്ര ക്യാപിറ്റൽ മൂലധനമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അവൻ്റെ ആക്ടിവിറ്റീസ്, ഡയറക്റ്റ് ഫിനാൻസിങ്, ഇൻസിഡൻറ്റൽ ഫിനാൻസിങ്, ഡയറക്റ്റ് ഫിനാൻസിങ് ആൻഡ് ഇൻസിഡൻറ്റൽ ആക്ടിവിറ്റീസ്, ആൻഡ് ഓൾസോ തേർഡ് വൺ ഈസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഏരിയാസ് ഓഫ് അസിസ്റ്റൻസ്, ഏതൊക്കെ മേഖലകളാണ് IFCI ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റിനോവേഷൻ, റിഹാബിലിറ്റേഷൻ, മോഡേണൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് യൂണിറ്റ്സ്, ദെൻ എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് യൂണിറ്റ്സ്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ന്യൂ ലൈൻസ് ഓഫ് ആക്ടിവിറ്റി, ആൻഡ് ഓൾസോ സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ്, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പ്രൊജക്റ്റും കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനാവശ്യമായിട്ടുള്ള മൂലധനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ ഇനി നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ബുക്കിൽ അതിൽ എല്ലാം കൂടെ ഒരൊറ്റ ഫങ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് IFCI ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദെൻ ഫസ്റ്റ് വൺ ഈസ്, ഇതെല്ലാം കൂടെ സമ്മറി, നമ്മളൊരു 3 ഹെഡിലാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്ന് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, ഇൻസിഡൻറ്റൽ ആക്ടിവിറ്റീസ്, ആൻഡ് ഓൾസോ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ഫിനാൻസിങ് എന്നൊക്കെ പറയുന്ന 3 തലത്തിലാണ് നമ്മളതിൻ്റെ ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തത്. ദെൻ ഇവിടെ നമുക്ക് പറയാവുന്നത്, ഓൾ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് IFCI became ഷെയർ ഹോൾഡേഴ്സ്. ദ ഫങ്ഷൻസ് ഓഫ് IFCI are as follows. First one is granting loans and advances to industrial concerns repayable within a period of not exceeding 25 years. First function is granting loans and advances. ലോണുകളോ അഡ്വാൻസസോ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക വിത്തിൻ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ് 25 years. 25 വർഷത്തിൽ കവിയാത്ത രീതിയിലുള്ള ഒരു ലോങ് ടേം കൊടുക്കുക, ലോണുകൾ പ്രൊവൈഡ് ചെയ്യാം. ദെൻ സബ്സ്ക്രൈബിങ് ടു ദ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ കൺസേൺസ്. രണ്ടാമത് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്ന, ഇറ്റ് പ്രൊവൈഡ് long term loans to industrial sectors not exceeding 25 years. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് സബ്സ്ക്രൈബിങ് ടു ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺ. ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ ഷെയർസോ ഡിബഞ്ചേഴ്സോ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് guaranteeing loans raised by industrial concerns which are repayable within a period of not exceeding 25 years. Guaranteeing loans raised by industrial concern. ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഒക്കെ ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന് ഒരു ഗ്യാരണ്ടറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കാം. വിച്ച് ആർ റീപേബിൾ വിത്തിൻ എ പീരീഡ് നോട്ട് എക്സൈഡിങ് 25 years. Then next one is underwriting the issue of shares, bonds and debentures issued by the industrial concerns. ഇൻഡസ്ട്രിയൽ കൺസേൺസ് കൊടുത്തിരിക്കുന്ന ഷെയർസിൻ്റെയോ ഡിബഞ്ചേഴ്സിൻ്റെയോ ഒക്കെ അണ്ടർ റൈറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ റൈറ്റിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. Underwriting is the process through which an industrial or institution takes an financial risk for a fee. ഒരു പർട്ടിക്കുലർ ഫീസ് അടച്ചുകൊണ്ട് അവരുടെ ഫൈനാൻഷ്യൽ റിസ്ക് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളവിടെ എന്താ പറയുക, അണ്ടർ റൈറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ നേരിടുന്ന റിസ്ക്, ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതായത് നിങ്ങൾക്കത് കിട്ടാത്ത പക്ഷം ഞങ്ങൾ ഏറ്റെടുത്തോളാം. അവിടെ പറയുന്നുണ്ട് ടേക്ക് ഓൺ ഫൈനാൻഷ്യൽ റിസ്ക് ഫോർ എ സെർട്ടൻ ഫീ. ഒരു സെപ്പറേറ്റ് ഫീസ് ചാർജ് ചെയ്തുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ 10 ലക്ഷം രൂപ, ഒരു എക്സാമ്പിൾ പറയുന്നത് 10 ലക്ഷം രൂപയുടെ ഷെയർസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാനുണ്ട്. പബ്ലിക് അത് ഏറ്റെടുക്കാത്ത പക്ഷം ഞങ്ങൾ ഏറ്റെടുത്തോളാം.
ആ ഒരു ഫൈനാൻഷ്യൽ റിസ്ക് ആര് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്? IFCI ഏറ്റെടുത്തുകൊണ്ട് കമ്പനിക്കൊന്ന് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഗ്യാരണ്ടറായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ആൻ അണ്ടർ റൈറ്റിംഗ് ആക്ടിവിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് extending guarantees in respect of payment to be made by importers to foreign manufacturers. Extending guarantees in respect of payment to be made by importers to foreign manufacturers. ഫോറിൻ മാനുഫാക്ചേഴ്സിനെ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടറുടെ ഗ്യാരണ്ടറായിട്ട് ബാങ്ക് ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സർവീസ് കൂടെ IFCI ചെയ്യുന്നുണ്ട്. Then acting as agencies of the central government and IBRD in respect of loans sanctioned by the industrial function. Acting as an agent of central government. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും IBRDയുടെ ഒക്കെ ഒരു ഏജൻ്റായിട്ട് IFCI പ്രവർത്തിക്കുന്നു. Then seventh one is undertaking financing of project with IDBI and other financial institutions. Undertaking financing of projectൻ്റെ ഫിനാൻസിങ്ങിൻ്റെ അണ്ടർടേക്കിംഗ് ഏറ്റെടുക്കുന്നു with IDBI and other financial institution. Next one is the IFCI Limited provides financial assistance for setting up of new industrial project, renovation, modernization, expansion and diversification of existing project. ഇത്രയും ഞാനിതെല്ലാം പറഞ്ഞിരിക്കുന്നതാണ്. ഇനി നമുക്കതൊന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്നൊന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. ആ കൺക്ലൂഷനിൽ ദെൻ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്. അപ്പോൾ ബാങ്കിനെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ബാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻ. ഒരു ബാങ്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ബേസിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് കമേഴ്ഷ്യൽ ബാങ്ക്സ്, സെക്കൻഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, then commercial banks, industrial banks, then agricultural banks, regional rural banks, etc. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് എന്തിനെ ബാങ്കുകളെ തരംതിരിക്കാം. ദെൻ അവിടെ ഫസ്റ്റ് വൺ പറഞ്ഞത് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ public and also provide short term and medium term loans to the borrowers for creation of profit. ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുകയും ഷോർട്ട് ടേമോ മീഡിയം ടേമോ ആയിട്ടുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സർവീസാണ് സാധാരണ കമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്നത്. ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ഡെപ്പോസിറ്റ് സ്വീകരിക്കും, പണം കടം കൊടുക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ഫങ്ഷൻസോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കാത്തോലിക് സിറിയൻ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് India. These are the examples of then commercial banks. The next topic, what is meant by industrial banks? Industrial banks is also called as development banks. Development banks in the main object of development banks to provide long term finance to industrial sectors. It provide long term loans to industrial sector and accept deposit from the public. By the way of accept the deposit from the public. Then what are the classification of industrial banks? Industrial banks may be classified into two. Then first part is national level banks and also second part is state level development banks. Then first part is national level development banks. Then first one is IFCI, then IDBI, ICICI, SIDB, NHB, Exim Bank, etc. ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ടുള്ളത്, നാഷണൽ ലെവലിലുള്ള ബാങ്ക്സിന് എക്സാമ്പിളായിട്ടുള്ളത്. ദേശീയ തലത്തിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് തലത്തിലും നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ അവിടെ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ SFCA, സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ആൻഡ് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്, ഇത് രണ്ടുമാണ് സ്റ്റേറ്റ് ലെവലിലുള്ള ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഓരോ ബാങ്ക്സിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ബാങ്ക്സിനെ കുറിച്ചും IFCI, IDBI ചിലപ്പോൾ അത് എസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് എസ് ആയിട്ട് ചോദിക്കാം. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് IFCI, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് IDBI എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിൽ നമ്മളിന്നൊരു ഒറ്റ ക്ലാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ദെൻ IFCI എന്ന് പറയുന്നത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. IFCI എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ദെൻ ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ 1948. And then the main aim of Industrial Finance Corporation of India to provide long-term finance to the industrial sectors and also provide technical and promotional assistance to the industrial sectors. ഇവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. 1948 ഇൻഡിപെൻഡൻസിന് ശേഷം ആദ്യം ആരംഭിച്ചിരിക്കുന്ന ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ഇത് IFCI എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ.
ഈ IFCA ആരംഭിച്ച ഗവൺമെൻറ് ഉണ്ട്. ഇത് സ്പെഷ്യൽ ആക്ട് പ്രകാരം നിലയിൽ വന്നിരിക്കുന്ന ഒരു ബാങ്കാണ് IFCA എന്ന് പറയുന്നത്. മെയിൻ ഫങ്ഷൻസ് ഓഫ് IFCA എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയിലാന്ന് പറഞ്ഞു, റീജിയണൽ ഓഫീസസ് കൽക്കത്ത, അവിടെ ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ, ഇതൊക്കെ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, subscribing shares and debentures of the industrial sectors, guaranteeing loans raised by the industrial concern, acting as an underwriters, extending guarantees in respect of payment to be made by importers or foreign manufacturers, acting as an agent of the central government, and also undertaking the financing project. Then last, IFCA Limited provides financial assistance for setting up of new industrial project, renovation, modernization, expansion and diversification of existing projects. These are the important functions of IFCI. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ICICI എന്ന് പറയുന്ന മറ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സുകളെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് വായിച്ചു നോക്കി നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.